ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇനി വരുന്ന +2 ഹിസ്റ്ററിയുടെ ഓണം എക്സാമിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ പാഠത്തിൽ നിന്നും പഠിക്കേണ്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. മീൻസ് പ്രധാനമായിട്ടും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് ആണ് പറയുന്നത്. പിന്നെ നമ്മുടെ PYQസിലൊക്കെ ഓണം എക്സാമിന് ഹിസ്റ്ററിയിൽ 1 മുതൽ 6 വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതായത് ആദ്യത്തെ 6 പാഠങ്ങളാണ് നമ്മുടെ ഓണം എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവേണ്ടത്. ഇനി അതിലെന്തെങ്കിലും മാറ്റം നിങ്ങളുടെ ടീച്ചേഴ്സ് വല്ലതും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. നോർമലി 6 ചാപ്റ്റേഴ്സാണ് വരാറുള്ളത്, ആദ്യത്തെ 6 പാഠങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ 2 മുതൽ 6ാമത്തെ ചാപ്റ്റർ വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ഞാനൊരു പുതിയൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഈ ഒരു വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കയറി നോക്കുക. അപ്പോൾ അടുത്ത ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. സോ അതിൽ നമ്മൾ ഒന്നാമത്തെ പാഠം ചെയ്യാൻ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതിപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്? ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ് ആണ്. ഇഷ്ടികകൾ, മുത്തുകൾ, അസ്ഥികൾ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് മലയാളം മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് കണ്ടിട്ട് ഇംഗ്ലീഷ് മീഡിയംകാരും പോകരുത്. നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ടോപ്പിക്സിൻ്റെ പേര് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ, ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൽ ഈ ഒരു ഒന്നാമത്തെ പാഠം എന്ന് പറയുമ്പോൾ നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. അതായത് അതിൻ്റെ അർത്ഥം ഇതിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് മാക്സിമം കാര്യങ്ങളും പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അത് ആദ്യമേ അങ്ങ് പറയാണ് കേട്ടോ. ഇതിനകത്ത് മാക്സിമം കാര്യങ്ങൾ എന്ത് ചെയ്യാനുള്ളതാണ്? പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമേ ഇവിടെ പഠിക്കേണ്ട കാര്യം എന്താണ്? യെസ്, നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ, അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം, ഹാരപ്പൻ സംസ്കാരം എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരം എന്ന് ചോദിക്കാം. എന്തായാലും ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റിയിട്ട് 8 മാർക്കിന് ഷുവറായിട്ട് ഒരു എസ്സേ ചോദ്യം വരാറുണ്ട്. പബ്ലിക് എക്സാമിന് വരെ കറക്റ്റായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു എസ്സേ ചോദ്യമാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഓണം എക്സാമിന് 100% നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇത്രയും ധൈര്യത്തോടുകൂടി പറയുന്നത് PYQസിലും വന്നിട്ടുണ്ട്, ആൻഡ് പബ്ലിക് എക്സാമിനൊക്കെ ഇങ്ങനെ വരുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് അത്രയും അഷുറൻസോടു കൂടി അത് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷൻ്റെ എസ്സേ ഇത് തന്നെ നിങ്ങൾ പഠിക്കുക ഫസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വേറെ ബാക്കിയൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം, ഇതിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, കാരണം ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ചോദ്യമാണ്. സോ ഹാരപ്പൻ സിവിലൈസേഷൻ എസ്സേ നമുക്ക് ചോദിക്കുന്ന സമയത്ത് നമ്മൾ മോഹൻജദാരോനെ പറ്റിയിട്ട് എഴുതേണ്ടതുണ്ട്. ഓക്കെ, സോ മോഹൻജദാരോയ്ക്കകത്ത് തന്നെ നമ്മുടെ എന്താണ് ഡ്രൈനേജ് സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ, ഗാർഹിക വാസ്തുവിദ്യ വരുന്നുണ്ട്. ഓക്കെ, ദെൻ അത് മാത്രമല്ല നമ്മൾ മോഹൻജദാരോ കാര്യങ്ങൾ എഴുതണം. പിന്നെ സിറ്റാഡലിനെ പറ്റി എഴുതണം അല്ലേ. അതിനകത്തിന് നമുക്കറിയാലോ മോഹൻജദാരോയിലെ ഈ ഒരു സിറ്റീസിനൊക്കെ സിറ്റാഡൽ എന്നും ലോവർ ടൗൺ എന്നും 2 തരം തിരിച്ചിട്ടുണ്ട്. സോ അതിൽ സിറ്റാഡലിനെ പറ്റിയിട്ട് നമ്മൾ എഴുതണം, ലോവർ ടൗണിനെ പറ്റിയിട്ട് എഴുതണം. ഓക്കെ, ദെൻ ഈ സിറ്റാഡലിനകത്താണ് നമ്മുടെ ഗ്രേറ്റ് ബാത്ത്, ഗ്രാനറി പോലുള്ള കാര്യങ്ങൾ, അതായത് മറ്റേ വലിയ കുളം, പിന്നെന്താണ് ധാന്യപ്പുര, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സിറ്റാഡലിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി എഴുതിയാലാണ് നമുക്ക് 8 മാർക്ക് കിട്ടുക. ഓക്കെ, അതായത് സിറ്റാഡലും ലോവർ ടൗണും. സിറ്റാഡലിനകത്ത് ഗ്രേറ്റ് ബാത്തും ഗ്രാനറിയും ഒക്കെ വരുന്നു. ലോവർ ടൗണിനകത്താണ് മറ്റേ ഡ്രൈനേജ് സിസ്റ്റം, എന്താണ് മോഹൻജദാരോയുടെ കാര്യങ്ങൾ, അവിടുത്തെ ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകണം. ആൻഡ് ഓൾസോ എക്സ്പ്ലനേഷനൊക്കെ കൊടുത്ത് നന്നായിട്ട് 8 മാർക്കിന് എഴുതുക. ഓക്കെ, പിന്നെ ഇതെവിടെ സബ്സിസ്റ്റൻസ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഉപജീവന തന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ടോപ്പിക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് നമുക്ക് കൂടുതലായിട്ടും ഒന്നില്ലെങ്കിൽ ഇത് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 1 വേർഡ്സ് ആയിട്ട് ചോദിക്കാം. ഇതിനകത്ത് 1 വേർഡ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം പഠിച്ചിട്ട് പോവുക. അതിനകത്ത് അഗ്രികൾച്ചറൽ ടെക്നോളജീസ്, കാർഷിക സാങ്കേതിക വിദ്യകളെ പറ്റി പറയുന്നുണ്ട്. സോ ഇതിനകത്ത് ആക്ച്വലി ഒരുപാട് 1 വേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇതിനകത്ത് മെയിൻലി ഞാൻ ആ 1 വേർഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ച കാര്യം പല എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട്. ആ എവിഡൻസുകളൊക്കെ ഏത് സ്ഥലത്തിൽ നിന്നാണ് കിട്ടിയത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇതിനകത്ത്. ഫോർ എക്സാമ്പിൾ ഇതെവിടെ നോക്കിക്കേ, ഗുജറാത്തിലെ ധോളവീരയിലെ ജലസംഭരണി കൃഷിക്ക് വേണ്ടി വെള്ളം സംഭരിക്കാൻ ഉപയോഗിച്ചിരുന്നതാകാം. അതായത് ഗുജറാത്തിലെ ധോളവീര എന്ന് പറയുന്ന ആ ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് ജലസംഭരണി കിട്ടിയിട്ടുണ്ട്. മീൻസ് വാട്ടർ റിസർവെയർ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുള്ളത്. സോ വാട്ടർ റിസർവെയർ കിട്ടിയിട്ടുണ്ട് എവിടെ? ഗുജറാത്തിലെ ധോളവീരയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 1 വേർഡ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് പറയുന്നുണ്ട്. കുറേ സൈറ്റുകളും ആ സൈറ്റുകളിൽ നിന്നും നമുക്ക് എന്തൊക്കെ അവശിഷ്ടങ്ങൾ കിട്ടി, അല്ലെങ്കിൽ എന്തൊക്കെ എവിഡൻസുകളാണ് ഹാരപ്പൻ
ഹാരപ്പൻ സിവിലൈസേഷൻ റിലേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത് എന്നും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് സബ്സിസ്റ്റൻസ് സ്ട്രാറ്റജീസ് അതിനകത്ത് തന്നെ ആ ഒരു കാർഷിക മേഖലയെ പറ്റിയുള്ള കാര്യവും എന്ത് ചെയ്യുക ഫുള്ളായിട്ട് തന്നെ അതൊന്ന് വായിച്ച് പഠിച്ചിട്ട് പോവുക. ഷോർട്ടസ്റ്റ് ആയിട്ട് വന്നാലും നമുക്ക് എഴുതാൻ പറ്റണം. ഇതുപോലെ വൺ വേർഡ്സ് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഈ വൺ വേർഡ്സ് എന്തായാലും ഇതിനകത്തുനിന്ന് ഒരു വൺ വേർഡ് ഷുവറായിട്ടും ചോദിക്കും. കാരണം ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരെണ്ണം എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ നോക്കിയാൽ അടുത്ത് വരുന്നത് ഒരു 5-6 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഷോർട്ട് എസ്സേ ചോദ്യമാണ് കേട്ടോ. ഐ തിങ്ക് 5 മാർക്കിനാണെന്ന് തോന്നുന്നു. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇല്ലല്ലോ, 5 മാർക്കിനാണെന്ന് തോന്നുന്നു. ഓക്കെ, സാമൂഹിക വ്യത്യാസങ്ങളെ കണ്ടെത്തൽ അല്ലെങ്കിൽ ട്രാക്കിംഗ് സോഷ്യൽ ഡിഫറൻസസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കാണാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തിനകത്ത് അന്ന് ഈ ഒരു സോഷ്യൽ ഡിഫറൻസസ് ഉണ്ടായിരുന്നു. ഇപ്പം എന്താണ് വലിയവനും ചെറിയവനും അങ്ങനെ ടൈപ്പ് ഓഫ് സാമൂഹികമായിട്ട് ഡിഫറൻസുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ കുടീരങ്ങളെ പറ്റിയിട്ട് മീൻസ് ബെറിയൽസിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷറി ഒബ്ജക്റ്റുകളെ പറ്റി പറയുന്നുണ്ട്, ആഡംബര വസ്തുക്കളെ പറ്റി പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി അതിനകത്ത് പറയുന്നുണ്ട്, ഈ ഒരു ആൾക്കാർ താമസിച്ചിരുന്ന വീടുകൾ ഓക്കെ അതിനെ പറ്റിയിട്ടും പറയുന്നുണ്ട് കേട്ടോ. അത് അതിനകത്ത് വരുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഒരു ചെറിയ ടോപ്പിക്കാണ്, നമുക്കൊരു 5 മാർക്കിനൊക്കെ ഷോർട്ട് എസ്സേക്ക് വരാറുണ്ട്. അല്ലെങ്കിൽ ഇതിനകത്തൊന്നും വൺ വേർഡോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. എഗെയിൻ അതിൻ്റെ തൊട്ട് താഴെ തന്നെ അടുത്തൊരു ടോപ്പിക് ഉണ്ട്, ഫൈൻഡിങ് ഔട്ട് അബൌട്ട് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, കരകൗശല ഉൽപ്പാദനത്തെക്കുറിച്ചുള്ള കണ്ടെത്തൽ എന്ന് പറഞ്ഞിട്ട് ഇതും നമുക്കൊരു ഷോർട്ട് എസ്സേ വൺ വേർഡ്സ് ഒക്കെ വരുന്ന ടോപ്പിക്കാണ്. ഇവർ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് ചെയ്തിരുന്നത് അങ്ങനെയുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. മീൻസ് ഹാരപ്പൻകാരുടെ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ എങ്ങനെയായിരുന്നു അതാണ് പറയുന്നത് കേട്ടോ. സോ അതും നോക്കിയിട്ട് പോകണം, ഷോർട്ട് എസ്സേ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ട്രാറ്റജീസ് ഫോർ പ്രൊക്വയറിംഗ് മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ കരസ്ഥമാക്കുന്നതിനുള്ള തന്ത്രങ്ങൾ. ഇതിനകത്ത് എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് അതിന് വസ്തുക്കൾ വേണമല്ലോ, റോ മെറ്റീരിയൽസ് വേണമല്ലോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് മീൻസ് അസംസ്കൃത വസ്തുക്കൾ ഇവരെങ്ങനെയൊക്കെയായിരുന്നു കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, എന്ന് പറയുമ്പോൾ എന്താണ് അതിനകത്ത് വരുന്ന സബ് ടോപ്പിക്കാണ് മെറ്റീരിയൽസ് ഫ്രം ദ സബ് കോണ്ടിനെൻറ്റ് ആൻഡ് ബിയോണ്ട്, ഉപഭൂഖണ്ഡത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള വസ്തുക്കൾ. അതായത് ഇവർ താമസിക്കുന്ന പ്രദേശത്തിനകത്ത് നിന്ന് വസ്തുക്കൾ പല സ്ഥലത്തു നിന്നും അവർ എന്താണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിന് പുറം രാജ്യങ്ങളിൽ നിന്നും വസ്തുക്കൾ ഇവർ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ നടത്താനുള്ള റോ മെറ്റീരിയൽസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്താണ് ചോദിക്കുന്നതാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ബാക്കിയാണ് ഈ കോൺടാക്ട് വിത്ത് ഡിസ്റ്റൻറ്റ് ലാൻഡ്സ്, വിദൂര പ്രദേശങ്ങളുമായുള്ള ബന്ധം. ഞാൻ പറയല്ലോ വിദൂര പ്രദേശങ്ങളിൽ നിന്നും എന്ത് ചെയ്തിരുന്നു, വസ്തുക്കളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതിൻ്റെ മെയിൻ ചോദ്യമാണ് നേരത്തെ പറഞ്ഞത്, എന്താണ് ഈ ഒരു സ്ട്രാറ്റജീസ് ഫോർ പ്രൊക്വയറിംഗ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതും നമുക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കും. അപ്പോൾ അന്നേരം നമ്മൾ ഈ സബ് ടോപ്പിക്സ് എല്ലാം എക്സ്പ്ലനേഷനോട് കൂടി തന്നെ നമ്മൾ എഴുതണം കേട്ടോ. പിന്നെ ഇതിനകത്ത് പല സ്ഥലങ്ങളുടെ പേരും ഓരോ സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന വസ്തുക്കളുടെ പേരും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് എസ്സേക്ക് ഈ ഒരു ടോപ്പിക്ക് ചോദിച്ചില്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ഫാക്റ്റുകളൊക്കെ നമുക്ക് വൺ വേർഡ് ആയിട്ടും ചോദിക്കാം. ഓക്കെ, എഗെയിൻ അടുത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് സീൽസ്, സ്ക്രിപ്റ്റ്, വെയ്റ്റ്സ്, മുദ്രകൾ, ലിപി, തൂക്കങ്ങൾ എന്ന് പറയുന്നത്. ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. സീൽസിനെ പറ്റി എഴുതാൻ ചോദിക്കാം 2 മാർക്കിന്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിനെ പറ്റി ഹാരപ്പൻ സ്ക്രിപ്റ്റിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ വെയ്റ്റ്സിനെ പറ്റി ചോദിക്കാം. ഓക്കെ, അതുമല്ലെങ്കിൽ നമുക്ക് ഇത് 3ഉം ചേർത്ത് വേണമെങ്കിൽ ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാം. പക്ഷേ കൂടുതലായിട്ടും ഇതിലേതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് 2 മാർക്കോ 3 മാർക്കോ അങ്ങനെ ചെറുതായിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുക കേട്ടോ. അല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ടും ചോദിക്കാം. അപ്പോൾ എങ്ങനെയൊക്കെ ചോദിച്ചാലും എഴുതാൻ പറ്റണമെങ്കിൽ ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, സീൽസ് എന്താണ്, സ്ക്രിപ്റ്റ് എന്താണ്, വെയ്റ്റ്സ് എന്താണ്, ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ്. അത് എന്താണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്നുള്ളത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഞാൻ ആ ഒരു എങ്ങനെയൊക്കെ വരാം എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. ഓക്കെ, പിന്നെ അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് എൻഡ് ഓഫ് ദ സിവിലൈസേഷൻ, ഒരു സംസ്കാരത്തിൻ്റെ അന്ത്യം. ഏത് സംസ്കാരമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സംസ്കാരം എങ്ങനെയാണ് അത് അവസാനിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് തകർന്നു പോയത് എന്നുള്ള റീസൺസ് ആണ് പറയുന്നത്. ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇത് നമുക്ക് പബ്ലിക് എക്സാമിനൊക്കെ ഉൾപ്പെടെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഓണം എക്സാമിന് നല്ലപോലെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. സോ എന്തായാലും ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അതിൻ്റെ റീസൺസ് ആണ്, മീൻസ് ഹാരപ്പൻ സിവിലൈസേഷൻ എൻഡ് ചെയ്യാനുള്ള റീസൺസ് ആണ് ഇതിനകത്ത് പറയുന്നത്. കൃത്യമായിട്ട് ആ പോയിൻറ്റ്സും എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ തന്നെ നോക്കുക. മീൻസ് എല്ലാവർക്കും അത് ഓർത്തിരിക്കാൻ പറ്റുന്ന എളുപ്പമുള്ള ഒരു ചോദ്യമാണ് കേട്ടോ അത്. ഇനി അടുത്ത് നോക്കിയാൽ ഡിസ്കവർ ദ ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തൽ. ഇത് മുതലുള്ള ഈ ഒരു ടോപ്പിക്ക് എന്ന് പറയുമ്പോൾ വലിയൊരു ടോപ്പിക്കാണ്. ഇതിനകത്ത് നമുക്ക് വൺ വേർഡ്സ് ഒക്കെ തന്നെയായിരിക്കും വരിക കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ASI ദറ്റ് ഈസ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, കണ്ണിങ്ഹാമിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. എന്താണ് വൺ വേർഡ് ആയിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പം ഈ
ഇതിൻ്റെ ഈ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതി. എന്താണ് കൂടുതലായിട്ട് ഡീപ്പായിട്ട് എന്താണ് ടൈം കിട്ടുകയാണെങ്കിൽ വായിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് വിട്ടാൽ മതി. ഇപ്പോൾ ഇതിനകത്ത് ജോൺ മാർഷലിനെ പറ്റിയിട്ടും R.D. ബാനർജി, ദയാറാം സഹിനി ഇങ്ങനെയുള്ള വ്യക്തികളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കാം. നമുക്ക് വൺ വേർഡ്സൊക്കെയാണ് കൂടുതലും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. എടാ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട വലിയ പാഠമാണ്. ആൻഡ് ഓൾസോ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ ഇതിനകത്ത് ബാക്കിയുണ്ടല്ലേ, അതൊക്കെ നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അല്ലാണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും നന്നായിട്ട് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ, കാരണം ഇതൊക്കെ ഇങ്ങനെ പല രീതിക്കും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ടോപ്പിക്സുകളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ എസ്സേ നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഈ സിവിലൈസേഷൻ അവസാനിക്കാനുള്ള കാരണങ്ങൾ അതൊന്നും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ട് പോവാം കേട്ടോ. ഓക്കെ, ദെൻ ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ലെവലിലുള്ള വീഡിയോസാണ് കേട്ടോ, ഈ ഒരു പാറ്റേണിലുള്ള വീഡിയോസാണ്. അപ്പോൾ അതൊക്കെ ആ പ്ലേലിസ്റ്റിനകത്ത് അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഹോം പേജ് കയറിയിട്ട് ജസ്റ്റ് എന്താണ് നോക്കിയാൽ മതി. ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോസൊക്കെ തന്നെയാണ്, കഴിഞ്ഞ വീക്കിലൊക്കെയാണ് അത് അപ്ലോഡ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഒരു കാര്യമുള്ളത്, ഇനി നിങ്ങൾക്ക് ഹിസ്റ്ററി ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മാപ്പിൻ്റെ വീഡിയോ, ക്രൊണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ, അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ ചാനലിൽ ഈ ഒരു ശനി ഞായറും കൊണ്ട് അപ്ലോഡ് ആക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഹൈപ്പ് തരാനും മറന്നു വരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. താങ്ക് യു.